എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വന്നത്? ഈ പാട്ടിൻ്റെ വഴിയെക്കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കാമോ? ഇതിൻ്റെ റെക്കോർഡിംഗ് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ദിബു ചേട്ടൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു, വാടാപ്പളനിയിൽ, അല്ല വിരുഗംപക്കത്ത്. അപ്പോൾ ഞങ്ങളൊരു 4-5 ദിവസം എടുത്ത് വർക്ക് ചെയ്തൊരു പാട്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് പെട്ടെന്ന് അങ്ങനെ തീർത്തിട്ട് പോയ റെക്കോർഡിംഗ് ആയിരുന്നില്ല. അത്രയും സിൻസിയർ ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇരിക്കാറുണ്ട് ഓരോ പാട്ടിലും. അപ്പോൾ ആദ്യം പാട്ട് അയച്ചു തന്നു, വരികൾ അയച്ചു തന്നു, അതിനുള്ള ഡിസ്കഷൻസ്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേക്സ്, മിക്സിലാണെങ്കിലും പിന്നെ അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ജിതിനും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ആ പാട്ട് ഫുള്ളി ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു അല്ലേ? വളരെയധികം. അത് ഞങ്ങൾക്ക് അറിയായിരുന്നു ആ പടം എന്തായാലും നന്നായിട്ട് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ആ പടത്തിനും ആ പാട്ടിനും പാട്ടുകൾക്കും ഒക്കെ പിന്നിൽ. അപ്പം പിന്നെ എൻ്റെ എന്താ പറയുക, കുറേ സുഹൃത്തുക്കൾക്കും നന്ദി. അവർക്കൊക്കെ ഈ ഒരു സമയത്ത് നന്ദി പറയുന്നു. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. വലിയ പ്രചോദനം തന്നെയാണല്ലേ സിനിമയിലെ സഹപ്രവർത്തകരും അതോടൊപ്പം കുടുംബമൊക്കെ നൽകുന്നത്? തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാതെ. എസ്പെഷ്യലി ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ജിതിനാണ് ഏറ്റവും നന്ദി. അവൻ്റെ ആദ്യത്തെ പടമായിരുന്നു. അവൻ എന്നെ മറന്നില്ല. അവൻ്റെ ആദ്യത്തെ പടത്തിൽ അവൻ വിളിച്ച് പാടിച്ച് എന്തായാലും ആ പാട്ട് ഇത്ര ഹിറ്റാവുന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പാട്ട് ഹിറ്റാവും,